പ്രസ് മീറ്റിൻ്റെ സമയത്ത്. അപ്പോൾ വീണ്ടും ഇപ്പോൾ ദാവിദിൻ്റെ ടീമിലൂടെ വന്നിരിക്കുകയാണ്. ഒരുപാട് എക്സ്പെക്റ്റേഷൻസ് ഉണ്ട് ഈ സിനിമയെക്കുറിച്ച്. നമ്മൾ പെപ്പെ എന്ന് പറയുമ്പോഴും എല്ലാവർക്കും പെട്ടെന്ന് എന്തായാലും പടത്തിൽ അടി കാണും എന്നുള്ളൊരു തോട്ട് എന്തായാലും എല്ലാവർക്കും ഉണ്ടാകും. പക്ഷെ ഇതിൽ എന്നെ ഏറ്റവും ആകർഷിച്ച ഒരു ഘടകം എന്ന് പറയുന്നത് ഇതിൻ്റെ ഫാമിലി ഇമോഷനാണ്. ഒരുപാട് വലിയ അല്ലെങ്കിൽ ത്രൂ ഔട്ട് ഉണ്ടെന്നൊന്നും ഞാൻ പറയുന്നില്ല, പക്ഷെ ഉള്ള മൊമെന്റ്സ് ഫാമിലി ഇമോഷൻസ് അത് ഭയങ്കര രസമായിട്ട് എഴുതിയിട്ടുണ്ട് ദീപു. അതേപോലെ എൻ്റെ അടുത്ത് ഗോവിന്ദ് വന്ന് കഥ പറഞ്ഞപ്പോഴും എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് അടിയേക്കാൾ അല്ലെങ്കിൽ ഈ ബോക്സിംഗ് എന്ന് പറയുന്ന എലമെൻറ്റിനേക്കാൾ എനിക്ക് ഇഷ്ടപ്പെട്ടത് ഈ പറയുന്ന ഫാമിലി എലമെൻറ്റ്സ് ആണ്. അത് വളരെ നല്ല രീതിക്ക് തന്നെ ഷൂട്ട് ചെയ്തിട്ടുണ്ട്, നന്നായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഗോവിന്ദ് ആണെങ്കിലും ദീപു ആണെങ്കിലും ടെൻഷനിലാണ്, എന്നാലും കോൺഫിഡൻ്റ് ആണ്. നന്നായിട്ട് തന്നെ അവരുദ്ദേശിച്ച പോലെ തന്നെ പടം വന്നിട്ടുണ്ട് എന്നുള്ളതിൽ. അതേപോലെ ഇവിടെ എല്ലാവരും പറഞ്ഞ പോലെ ആൻ്റണി ഇതിനു വേണ്ടി ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട്. ഫിസിക്കൽ ട്രാൻസ്ഫോർമേഷൻ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ എല്ലാത്തിൻ്റെയും റിസൾട്ട് എന്തായാലും ഈ പടം ഇറങ്ങുമ്പോൾ, പടം കാണുമ്പോൾ എല്ലാവർക്കും മനസ്സിലാകും, എന്തായാലും എല്ലാവർക്കും ഇഷ്ടപ്പെടും എന്നുള്ള പ്രതീക്ഷ തന്നെയാണ് ഞങ്ങൾ. അതേപോലെ ആദ്യമായിട്ടാണ് ഇത്, ഫസ്റ്റ് പടമാണ് മോയുടെ. അപ്പോൾ അത് വളരെ ഗംഭീരമായിട്ട് ആ ക്യാരക്ടർ ചെയ്തിട്ടുണ്ട്. അതേപോലെ അല്ല എൻ്റെ മോള് ജസ്, ഞങ്ങൾ രണ്ടാമത്തെ തവണ ഇതിന് മുമ്പ് ഒരു സിനിമയിൽ ഞങ്ങൾ ഒരുമിച്ച് അഭിനയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് എനിക്ക് ജസ്സിനെ കുറിച്ച് നന്നായിട്ട് അറിയാം. ജസ് ഇവിടെ എല്ലാവരും പറഞ്ഞ പോലെ കിടിലൻ ആക്ടറാണ്. പിന്നെ സൈചേട്ടൻ്റെ കൂടെ എനിക്ക് വളരെ കുറച്ച് കോമ്പിനേഷൻസ് ചെയ്തു, പക്ഷെ ഉള്ളതൊക്കെ ഭയങ്കര രസമുള്ള കോമ്പിനേഷൻ സീൻസാണ്. എല്ലാം നന്നായിട്ട് വന്നിട്ടുണ്ട് എന്നാണ് പ്രതീക്ഷ. അപ്പോൾ എല്ലാവരും എന്തായാലും തിയേറ്ററിൽ പോയി സിനിമ കാണുക. ഇതൊരു ആക്ഷൻ പടം എന്നല്ല അല്ലേ, ഒരു കംപ്ലീറ്റ് ഒരു എൻ്റർടൈനർ ആണ്, ഒരു ഫാമിലി സ്പോർട്സ് ഡ്രാമ ആണ്. അപ്പോൾ എല്ലാവർക്കും എന്തായാലും എൻജോയ് ചെയ്യാൻ പറ്റും, എല്ലാ വിഭാഗത്തിലുള്ള ആളുകൾക്കും എൻജോയ് ചെയ്യാൻ പറ്റുന്ന സിനിമയാണ്. ഇപ്പോൾ എല്ലാവരും തിയേറ്ററിൽ പോയി കാണുക, സപ്പോർട്ട് ചെയ്യുക. ഇതിലോട്ട് ഇനി ആഡ് ചെയ്യാൻ പ്രത്യേകിച്ചൊന്നുമില്ല. ഗോവിന്ദിൻ്റെ ക്ലാരിറ്റി തീർച്ചയായിട്ടും വിസ്മയിപ്പിക്കുന്നതായിരുന്നു. എന്ത് കഥാപാത്രമാണെങ്കിലും അവരൊക്കെ എന്താണ് തൻ്റെ സിനിമയിൽ ചെയ്യേണ്ടതെന്ന് സംവിധായകൻ എന്നുള്ള നിലയിൽ, അതും ആദ്യ സിനിമ സംവിധാനം ചെയ്യുന്ന വ്യക്തിയുള്ള നിലയിൽ ഗോവിന്ദിൻ്റെ ആ ഒരു ക്ലാരിറ്റി ഈ സിനിമയുടെ എല്ലാ മേഖലയിലും 100% ആത്മാർത്ഥമായിട്ട് അദ്ദേഹം കൊടുത്തിട്ടുണ്ട്. അത് തീർച്ചയായിട്ടും നാളെ ഓൺ സ്ക്രീനിൽ റിഫ്ലക്റ്റ് ചെയ്യും. അച്ഛനും കുച്ചുവൻ സാറിനും ആൻ്റണിക്കും മോഹനും ലിജോയ്ക്കും സൈചേട്ടനും ജസ്സിനും ദീപുവിനും സോറി ഞാൻ കുറച്ചേ ഉള്ളൂ സിനിമയിൽ, അതുകൊണ്ട് ഞാൻ അതിന് ഇൻട്രാക്ട് ചെയ്തിട്ടില്ല ടീമായിട്ട്. ഞാൻ ഗോവിന്ദിനോടും ദീപുവിനോടും സ്പെഷ്യൽ താങ്ക്സ് പറയുന്നു. ഇങ്ങനെ ഒരു റോള് തന്നതിന്, ഒരു മണ്ടൻ ബിസിനസ്സുകാരൻ്റെ അത് കുറേ കാലമായി ഒരു മണ്ട വേഷം തന്നിട്ട്, അത് ഐ ആം വെരി ഹാപ്പി. നാളെ എന്താണെങ്കിലും ഒരു കാര്യം ഉറപ്പുണ്ട്, സ്ക്രീനിൽ തീ പാറാൻ സാധ്യതയുണ്ട്. ഇവർ റെഡി, അത്ര ഇടി രണ്ടുപേരും വാങ്ങിച്ചു കൂട്ടിയിട്ടുണ്ട്. താങ്ക് യു. അപ്പൊ എല്ലാവർക്കും അറിയാലോ, ദാവീദ് നാളെ ഇറങ്ങാൻ പോവാണ്. അപ്പൊ എല്ലാവരും മൂവി കാണണം. കടം വാങ്ങിച്ചിട്ടാണെങ്കിലും പൈസ ഇല്ലെങ്കിലും ഉണ്ടെങ്കിലും പോയി കാണണം, അല്ലെങ്കിൽ ഞാൻ നിങ്ങളുടെ അടുത്ത് വിടൂല. താങ്ക് യു. ഇവരെല്ലാം പറഞ്ഞതിനപ്പുറം കൂടുതലായിട്ട് ആഡ് ചെയ്യാൻ അധികമൊന്നുമില്ല. മെയിനായിട്ട് എനിക്ക് താങ്ക്സ് പറയാനുള്ളത് ആദ്യം ഗോവിന്ദിനോടാണ്. ഗോവിന്ദ് ഒരു 2 years മുന്നെയാണ് ഈ സ്ക്രിപ്റ്റുമായിട്ട് വരുന്നത്. അപ്പം അത് കേട്ട ഉടനെ തന്നെ ഗോവിന്ദ് ആക്ച്വലി വേറൊരു കഥ പറയാനായിരുന്നു വന്നത്. അപ്പം അത് കൊള്ളാം, വേറെ എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഗോവിന്ദ് പറഞ്ഞു ഒരെണ്ണം ഇച്ചിരി കൂടെ ഒരു വലുപ്പമുള്ളൊരു സബ്ജക്റ്റാണ്. ഞാൻ പറഞ്ഞോളൂ എന്ന് പറഞ്ഞു. കേട്ട ഉടനെ ഞാൻ പറഞ്ഞു നമുക്കതല്ല, ഇതാണ് ആദ്യം ചെയ്യേണ്ടത്, ഇത് നമുക്ക് ഉടനെ തന്നെ മുന്നോട്ട് പോകാമെന്ന് പറഞ്ഞു. ഗോവിന്ദിൻ്റെ ആ സ്വപ്നത്തിൻ്റെ കൂടെ നിൽക്കാൻ പറ്റിയതിൽ ഭയങ്കരമായ സന്തോഷമുണ്ട്. പിന്നെ ഒരു സ്പെഷ്യൽ താങ്ക്സ് പറയേണ്ട ആൻ്റണിയോടാണ്. പുള്ളി ഇതിനെ കഷ്ടപ്പെട്ടത് നേരിട്ട് കൂടെ നിന്ന് കണ്ട് അനുഭവിച്ച ഒരാളാണ് ഞാൻ. പുള്ളിയുടെ ഈ എഫേർട്ട് എടുത്തിട്ടാണെങ്കിൽ ഈ സിനിമ ഒരിക്കലും നമുക്ക് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റത്തില്ലായിരുന്നു. പുള്ളി ഒരു സാധാരണ ഒരു ആർട്ടിസ്റ്റ് ചെയ്യുന്നതിനെക്കാട്ടി ഒത്തിരി ഇതിൻ്റെ കൂടെ നിന്നു എന്നാണ്. ഒരു 3 months മൂവിക്ക് മുന്നേ തന്നെ 3 months ഇതിൻ്റെ പ്രിപ്പറേഷൻ തുടങ്ങേണ്ട വന്നു.
പുള്ളി ഓരോ ദിവസവും ബാക്കി ഇതിൻ്റെ ബോക്സിങ്ങും ഡയറ്റും വർക്കൗട്ടും എല്ലാത്തിൻ്റെയും കൂടെ പുള്ളി അതിൻ്റെ മേലെ അഭിനയിക്കേണ്ടേ ഉണ്ടായിരുന്നു. പുള്ളിക്ക് ടൈം ഇല്ലായിരുന്നു. പുള്ളിക്ക് ആക്ച്വലി ടൈം ഇല്ല, ഒന്നും ചെയ്യാൻ പേഴ്സണൽ കാര്യങ്ങൾക്കൊന്നും ടൈമില്ലാതെ ഓടി നടക്കുന്നത് ഞാൻ കണ്ടു. ഇത്ര എഫേർട്ട് എടുത്തതിന് ആന്റണി ശരിക്കും താങ്ക് യു. അതേപോലെ തന്നെ ഇസ്മായിൽ, ഞാൻ ഇതിനു മുന്നേ നിമിത്തങ്ങളിലൊന്നും വലുതായിട്ട് വിശ്വസിക്കാത്ത ഒരാളായിരുന്നു. പക്ഷെ ഈ സിനിമയിൽ ഒത്തിരി പേര് കറക്റ്റായിട്ട് ചേരേണ്ട ആൾക്കാർ വന്നു എന്നുള്ളതാണ്. ഒരു എന്താ പറയുക, സിനിമയുടെ ഒരു ഓൾമോസ്റ്റ് ഒരു വളരെ ക്രിട്ടിക്കൽ സ്റ്റേജിൽ ഷൂട്ടിന് തൊട്ട് മുന്നെയാണ് മോനെ നമുക്ക് ഈ സിനിമയിലേക്ക് കിട്ടിയത്. പക്ഷെ കിട്ടിക്കഴിഞ്ഞ് അല്ലാതെ വേറൊരാളെ എനിക്ക് ഈ ക്യാരക്ടറിനെ സങ്കല്പിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ സ്പെഷ്യൽ താങ്ക്സ് ടു അതേപോലെ തന്നെ സവിചേട്ടനും ഈ പറഞ്ഞ പോലെ ഒരു ലാസ്റ്റ് ഒരു ക്രിട്ടിക്കൽ ഒരു സമയത്താണ് സവിചേട്ടൻ വന്നത്.